ഗുഡ് മോർണിംഗ് ക്ലാസ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രിക്ഷനെ കുറിച്ചാണ്. ഫ്രിക്ഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ്ങുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താണ് ഫ്രിക്ഷൻ എന്ന് പറയാം. നിങ്ങൾക്കറിയാം ഫ്രിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, ഒരു ബോഡി ഒരു സർഫസിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന, അതിൽ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, അപ്പോൾ രണ്ട് ബോഡീസ്, ഇപ്പോൾ രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിൽ മൂവ് ചെയ്യുമ്പോൾ ഒക്കെയാണ് എന്ത് സംഭവിക്കുന്നത്, ഫ്രിക്ഷൻ സംഭവിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ നമ്മൾ തേഞ്ഞ് പോകണു, അല്ലെങ്കിൽ കാറിൻ്റെ ടയർ തേയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ, ഫ്രിക്ഷനാണ്. കാരണം ചെരുപ്പ് തേയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ ആ ചെരുപ്പിൻ്റെ അടിഭാഗത്തെ സർഫസും നിലവും നമ്മുടെ ഫ്ലോറും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അങ്ങനത്തെ വെയർ ആൻഡ് ടെയർ, തേയ്മാനം ഒക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പല ജോയിൻറ്റ്സ്, ഇപ്പോൾ വയസ്സായവർക്കൊക്കെ ആയാലും പല ജോയിൻറ്റ്സ് ആയാലും, ഇപ്പോൾ ജോയിൻറ്റ്സൊക്കെ അതൊക്കെ തേയ്മാനം സംഭവിക്കുന്നു, അത് ഫ്രിക്ഷൻ മൂലമാണ്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഫ്രിക്ഷൻ കൊണ്ട് ഒത്തിരി ഗുണങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു നമുക്ക് എഴുതണം, അപ്പോൾ ഒരു പേന പിടിക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ ഫ്രിക്ഷൻ ആക്ടിങ് ബിറ്റ്വീൻ അവർ ഹാൻഡ്സ് ആൻഡ് ദ സർഫസ് ഓഫ് ദ പെൻ. എന്ന് വെച്ചാൽ നമുക്കൊരു പേന പിടിക്കണമെങ്കിൽ പെന്നും അതുപോലെ തന്നെ ആ ഒരു സർഫസ്, നമ്മുടെ കൈയുടെ സർഫസും തമ്മിലൊരു ഫ്രിക്ഷൻ ആക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഫ്രിക്ഷൻ കൊണ്ട് കുറേ ഗുണങ്ങളും ഉണ്ട്, കുറേ ദോഷങ്ങളും ഉണ്ട്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് രണ്ട് സർഫസ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഒരു ആക്ട് ചെയ്യുന്ന, ഒരു ബോഡിയുടെ റിലേറ്റീവ് മോഷനെ അപ്പോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ട് ബോഡീസിൻ്റെ സർഫസുകൾ തമ്മിൽ റിലേറ്റീവ് മോഷനിലോ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലോ ആയിരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രിക്ഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ മോഷനെ ഒപ്പോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണമെന്ന് വിചാരിക്കും. നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട്, ഐ വിൽ ബി എക്സ്പ്ലെയിൻ ലൈക്ക്, ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഒരു ലോഗ്, മാസിലൊരു ലോഗ് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇതിനെ മൂവ് ചെയ്യിക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്ന ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ എന്തുണ്ടാവുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നത്. പക്ഷേ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഫ്രിക്ഷൻ, ദ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട് is called frictional force. There are two types of friction. മെയിനായിട്ടും ഫ്രിക്ഷൻ നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. എന്തൊക്കെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ച് നോക്കാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ബോഡീസ് മോഷനിൽ ഏർപ്പെടുന്നതിന് മുമ്പ്, ഇപ്പോൾ നിങ്ങൾ വേറൊരു ഞാൻ പറയാം, ഇപ്പോൾ ഒരു എന്താ പറയുക, സർഫസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുക്ക് ഒരു ടേബിളിൽ വെക്കുകയാണെങ്കിൽ ദർ ഈസ് എ ഫ്രിക്ഷൻ ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടു ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ പക്ഷെ അവർ മോഷനിലല്ല. ബുക്ക് ഒരു ടേബിളിൽ വെക്കുക എന്ന് പറയുമ്പോൾ രണ്ട് ഒബ്ജക്റ്റ്സ് മോഷനിലാണോ? അല്ലേ, റെസ്റ്റിലാണ്, അല്ലെങ്കിൽ സ്റ്റേഷനറിയാണ്, അല്ലേ? അപ്പോൾ ആ രണ്ട് സർഫസുകൾ തമ്മിൽ ഒരു ഫ്രിക്ഷനുണ്ട്. ആ ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. യു നോ ദാറ്റ് ദ വേർഡ് സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ്. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദ ഫ്രിക്ഷൻ ആക്ടിങ് ബിറ്റ്വീൻ ടു ബോഡീസ്, ടു സർഫസസ് ബിഫോർ ദ റിലേറ്റീവ് മോഷൻ ഓർ ഇൻ സ്റ്റേഷനറി പൊസിഷൻ, അല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കുന്ന രണ്ട് സർഫസുകൾ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫ്രിക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്
ബിഫോർ ദ ആക്ച്വൽ റിലേറ്റീവ് മോഷൻ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ റിലേറ്റീവ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന, ദാറ്റ് മീൻസ് ഇൻ റെസ്റ്റിലുള്ള ബോഡീസിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് അപ്പോസസ് ഇംപെൻഡിങ് റിലേറ്റീവ് മോഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഏതൊരു ഫ്രിക്ഷൻ ആയാലും അത് മോഷൻ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, മോഷൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും ഏതൊരു ഫ്രിക്ഷൻ ആയാലും. ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വേരീസ് വിത്ത് എ നോർമൽ ഫോഴ്സ് എൻ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ, റെസ്റ്റിലായിരിക്കുമ്പോൾ ഉള്ള ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ തൊട്ട് മുമ്പുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവിടെ പറയുന്നത് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ആ ഒരു വേർഡ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം. ഇവിടെ സെക്കൻഡ് പോയിന്റിൽ നിങ്ങൾക്ക് ആ വേർഡ് കാണാം, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. വാട്ട് ഈസ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മീൻസ് ദ ഫ്രിക്ഷൻ that is just before the relative motion. എന്ന് വെച്ചാൽ നമ്മൾ ബോഡി റെസ്റ്റിലാണ്, പക്ഷേ റിലേറ്റീവ് മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അങ്ങനെയും നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. എന്താണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ദാറ്റ്സ് നോട്ട് അറിഞ്ഞിരിക്കുക, അത് ഏരിയ ഓഫ് കോണ്ടാക്റ്റിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, നമുക്ക് പിന്നെ ആ ഒരു ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2 ലോസ് ആണുള്ളത്. ഒന്ന്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് കോണ്ടാക്റ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ഏരിയ ഉണ്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ, 2 ബോഡീസ് തമ്മിൽ റെസ്റ്റിൽ ആയിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത് എത്ര ഏരിയ ഉണ്ടെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എത്ര ഏരിയ ഉണ്ടായാലും ആ ബോഡീസിൻ്റെ മാസിനനുസരിച്ച് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ ഒരു ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എത്ര സ്പേസിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി വേറൊരു പറയുന്നൊരു കാര്യമുണ്ട്, ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമ്മളെപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ഓർ പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആർ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ നോർമൽ റിയാക്ഷൻ ആർ. നമ്മളറിയാം വാട്ട് ഈസ് നോർമൽ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ഡൗൺവേർഡ്സ്. ഷോ ദാറ്റ് ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വെയിറ്റ് നേരെ താഴത്തോട്ട് ആക്ട് ചെയ്യും. ഇതിൻ്റെ നേരെ പെർപെൻഡിക്കുലറായിട്ട് വെയിറ്റിന് ഒപ്പോസ് ചെയ്തിട്ടുള്ളൊരു ഒപ്പോസ് അല്ല, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളൊരു ഫോഴ്സാണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ന്യൂട്ടൻ്റെ 3rd ലോ അനുസരിച്ച് പറയുന്നുണ്ട്, ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് താഴത്തോട്ട് ആക്ട് ചെയ്യുന്നു, അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നോർമൽ റിയാക്ഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് mu s. അപ്പോൾ എന്ത് കിട്ടും, എഫ് എസ് ഈസ് ഈക്വൽ ടു mu s ഇൻറ്റു ആർ, വേർ mu s ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. mu s-ന് എന്താ പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാ പറയുക. mu s please note that constant is called the coefficient of static friction. Okay. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 2 ലോസ് ഉണ്ട്. ഫസ്റ്റ് ലോ എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഇനി സെക്കൻഡ് ലോ എങ്ങനെ നമുക്ക് പറയാം, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അല്ലെങ്കിൽ ഇക്വേഷൻ വൈസ് നമ്മൾ പറയുമ്പോൾ എഫ് എസ് ഈസ് ഈക്വൽ ടു mu s ഇൻറ്റു ആർ, വേർ ആർ ഈസ് എ നോർമൽ റിയാക്ഷൻ, mu s ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി അടുത്ത കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ 2 ബോഡീസ് മോഷനിലാണ്, അല്ലെങ്കിൽ ഒരു ബോഡി മോഷനിലാണ്,
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, നമ്മളൊരു വലിയൊരു കട്ട എന്തെങ്കിലും ഒരു സർഫസിൽ കൂടെ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മരത്തടി നമ്മളൊരു സർഫസിൽ കൂടെ ഉരുട്ടി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊക്കെ എന്തിനാ എക്സാമ്പിളാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ മീൻസ് രണ്ട് ബോഡീസ് തമ്മിൽ എങ്ങനെയായിരിക്കും? മോഷനിലായിരിക്കും. കൈനറ്റിക്സ് മീൻസ് മോഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. നമുക്കിവിടെ പറയാം ഇറ്റ് ഈസ് ഈക്വൽ ടു ഓർ പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് കെ. നമ്മൾ എഫ് കെ എന്ന് പറയുന്ന, ഇവിടെ നോക്കാം, എഫ് കെ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് കൈനറ്റിക് ഫ്രിക്ഷനെ പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. അവിടെ നോർമൽ റിയാക്ഷൻ എന്നെന്ന് പറയുന്നു, നമ്മൾ നോർമൽ റിയാക്ഷൻ ആറെന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെയും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെയും രണ്ട് ലോസ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ബോഡി ഇൻ ഇൻക്ലൈൻഡ് സർഫസ്. ബോഡിയാണ് ഇൻക്ലൈൻഡ് സർഫസ് എന്ന് വെച്ചാൽ ഒരു ഇൻക്ലൈൻഡ് സർഫസിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ എന്താ പറയുക, സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാം. ഓക്കെ, ഇത് ഒ എ എന്ന് പറയുന്നത് ഒരു ബേസാണ്. ഒ എ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഗ്രൗണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഒ ബി എന്ന് പറയുന്ന ഒരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ഒ ബി ഇസ് ദ ഇൻക്ലൈൻഡ് സർഫസ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇസ് തീറ്റ. എന്ന് വെച്ചാൽ തീറ്റ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാം. ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഒരു ബോഡി, അവിടെ ഒരു നീല കളറിൽ കാണിച്ചേക്കുന്നതാണ് ബോഡി. ദാറ്റ് ബോഡി വിത്ത് വെയ്റ്റ് mg is placed in an inclined surface. ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ വെച്ചേക്കുകയാണ്. ഓക്കെ, അപ്പോൾ വെയ്റ്റ് mg ആണെങ്കിൽ വെയ്റ്റ് ഡയറക്റ്റഡ് ബിലോ, താഴത്തോട്ട് ഡയറക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് mg ആക്ടിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, നോർമൽ റിയാക്ഷൻ n is acting upwards. നമ്മൾ നോർമൽ റിയാക്ഷൻ ആണെന്ന് പറയാറ്. പെർപെൻഡിക്കുലറി അപ്വേർഡ് ടു ദ വിത്ത് റെസ്പെക്ട് ടു ദ ബോഡി, നോർമൽ ടു ദ ബോഡി. ഓക്കെ, ഇനി എം ജി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. വെക്ടറിനെ രണ്ടായിട്ട് ഡയഗ്രത്തിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. എം ജി സൈൻ തീറ്റ ആൻഡ് എം ജി കോസ് തീറ്റ. ഓക്കെ, ഇനി എഫ് എസ് എന്ന് പറയുന്നത് എന്താ? എഫ് എസ് ഈസ് എ ഫ്രിക്ഷനും അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയഗ്രാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡയഗ്രത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം നോക്കാം. എഫ് എസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? എം ജി സൈൻ തീറ്റ. അതാണ് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നോക്കിക്കേ, എഫ് എസ് ഈ ഡയറക്ഷനിലോട്ട്, എം ജി സൈൻ തീറ്റ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്. അപ്പോൾ അത് രണ്ട് ഈക്വലാണെന്ന് എഴുതാം നമുക്ക്. എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് എസ്. ഇനി എം ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എൻ എന്ന് എഴുതാം, അല്ലേ? ആർ. എം ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, നോക്കുക ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വേണമെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം. അപ്പോൾ എം ജി സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എസ് എഫ് എന്ന് കൊടുത്താൽ മതി. പിന്നെ എം ജി കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളുടെ നോർമൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ ആറ്. ഇത്ര നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് എഴുതാം. ഇനി നോക്കിക്കേ. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡയഗ്രത്തിൽ നിന്ന് എഴുതി. നമുക്കറിയാം ഈ എഫ് എസ് എന്ന് പറയുന്നത് എന്താ? മ്യൂ എസ് ഇൻറ്റു ആർ, അല്ലേ? അപ്പോൾ എം ജി സൈൻ തീറ്റേനെ ഞാൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്യുകയാണ്. എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ എന്ന് എഴുതി. എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് എഴുതി? മ്യൂ എസ് ഇൻറ്റു ആർ. ഇനി നോക്കിയേ, ഇത് ഇക്വേഷൻ 1 എന്നും ഇത് ഇക്വേഷൻ 2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എം ജി കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്? മ്യൂ എസ് ആർ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഈ ആർ ഓറും ക്യാൻസലായിപ്പോവും, എം ജി ക്യാൻസലായിപ്പോവും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എസ്. ദിസ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അഥവാ ആംഗിൾ ഓഫ് റിപ്പോസ് എന്നൊക്കെ പറയും. ആംഗിൾ ഓഫ് റിപ്പോസ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ
ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റീപോസിൻ്റെ ടാൻജൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? ഇറ്റ് ഈക്വൽ ടു ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷന് ഈക്വലാണ് എന്നുള്ളൊരു അസംഷനിലേക്ക് നമ്മളെത്തി. അസംഷനല്ല, ഒരു ഫൈൻഡിങ്ങിലേക്ക് ഇവിടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും കൊടുത്തിട്ടുണ്ട്. എന്താ ഡിഫൈൻ ചെയ്യുന്നതെന്ന്? ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ഹൊറിസോണ്ടൽ അറ്റ് വിച്ച് ബോഡി പ്ലേസ്ഡ് ഓൺ ഇറ്റ് ജസ്റ്റ് ബിഗിൻ സ്ലൈഡ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് എന്നും പറയും. വൺ വേർഡായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ് ആർ ഹിയർ. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് എക്സാമ്പിൾ 5.8 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ യു ഷുഡ് ഡൂ ദാറ്റ് the example 5.8 individually. ഓക്കെ, നിങ്ങൾ തന്നെക്ക് 5.8 എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് എ വർക്ക് ഫോർ യു. ഓക്കെ, അപ്പോൾ യു ഷുഡ് ഡു ഓൾസോ ദിസ് എക്സാമ്പിൾ 5.7. എക്സാമ്പിൾ 5.7 നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 2 എക്സാമ്പിൾസും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? ഫ്രിക്ഷൻ എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, പിന്നെ എന്താ ഈ ബോഡി ഇൻക്ലൈൻഡ് സർഫസ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, പിന്നെ 2 എക്സാമ്പിൾസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഞാൻ തന്നിട്ടുണ്ട് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ഹൗ ക്യാൻ വി റെഡ്യൂസ് ഫ്രിക്ഷൻ. ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിക്കണം. ദാറ്റ്സ് നോട്ട് അത്ര വലിയ കാര്യമൊന്നുമില്ല, വായിച്ച് പഠിക്കാനേ ഉള്ളൂ. സോ അത് നിങ്ങൾ വായിച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. സോ പ്രോബ്ലംസ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ക്ലാസ്സിൽ നാളെ വരുമ്പോൾ ഞാൻ പ്രോബ്ലംസ് ചെയ്യിപ്പിച്ച് ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡെറിവേഷൻ യു മസ്റ്റ് ഡു 2 ടൈംസ് ഡെറിവേഷനും ചെയ്ത് നാളത്തേക്ക് വന്നേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.